ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇതാ നമ്മളുള്ളത് നീലഗിരീസിലേട്ടാ. നീലഗിരി ഹിൽസ് ഊട്ടി ഭാഗത്തോട്ടാണ് വരുന്നത്. പക്ഷെ ഊട്ടിയിൽ പോകുന്നില്ല, നമ്മൾ നേരെ കോടനാട് പിടിക്കാനാണ്. കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് യാത്ര. തണുപ്പ് പിടിച്ചു, പിന്നെ ജലദോഷമൊക്കെ തുടങ്ങി. ഫുള്ളത് പിക്കപ്പുകൾ കളിയാണ് എല്ലാവരും. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് പോകുന്നു. എത്ര പിക്കപ്പാ വന്ന് കിടന്നത്. ചായ കുടിക്കാനാണെന്ന് ജസ്റ്റ് കാലിച്ചായ കുടിക്കാൻ സൈഡാക്കിയതാണ്. വെജിറ്റബിൾസ് കൊണ്ട് അത്രയേറെ വണ്ടികളാണ് ഇതാ നിർത്തും തോറും പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണം വന്ന് പോയി എന്നറിയില്ല. അത്രയേറെ കൃഷി ഇവിടെ ഉണ്ട് എന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാം. തേയിലത്തോട്ടമൊക്കെ ഉണ്ട്, തണുപ്പുണ്ട്. ഒന്ന് കുളിക്കണം എന്ന് വിചാരിച്ചാൽ കുളിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയിട്ടില്ല. രാവിലെ ടീ എസ്റ്റേറ്റുകളിലല്ലതാ സൂര്യനെല്ലാം ഉദിച്ച് വന്ന് അടിക്കുന്നേ ഉള്ളൂ. അടിപൊളി കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ വന്ന വഴി അതിൽ ഇങ്ങനെ ബസ് കയറി വരുന്നുണ്ട്. താഴെ ഇവിടെ ഒരു ചെറിയൊരു ഷെഡൊക്കെ കാണാം, ടീ എസ്റ്റേറ്റിൻ്റെ. നല്ല രസമുണ്ട്. ഇതിനൊക്കെ നടുക്ക് ഒരു ടീ ഫാക്ടറി പോലെ. ഫാക്ടറി ആണോന്ന് അറിയില്ല, ഫാക്ടറി ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട്. നമ്മള് അങ്ങനെ കൊടകരി എത്തിയിട്ടുണ്ട്. കൊടകരിന്ന് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ഊട്ടിയാണ്. നമ്മള് ഊട്ടിക്ക് പിടിക്കുന്നില്ല. ഊട്ടിക്ക് അത്രയുള്ള കേട്ടോ. കിലോമീറ്ററിന്റെ ഡിഫറൻസ് പറയാൻ വളരെ കുറവാണ്. 10-30 കിലോമീറ്റർ ഉള്ള ഊട്ടിക്ക്. ഞാൻ എന്തായാലും കോടനാടാണ് പിടിക്കുന്നത്. കോടനാട് പണ്ട് ഒരു പ്രാവശ്യം ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വ്യൂ പോയിന്റ് എല്ലാം കണ്ട്, അടിപൊളി പോയിന്റ് അല്ലേ. ആ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് അവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്യാനാണ് എൻ്റെ പരിപാടി. ഇവിടെ ഏതെങ്കിലും ഒരു വില്ലേജിൽ. കോടനാട് എത്തുന്നതിനൊരു 12 കിലോമീറ്റർ മുന്നിലുള്ള കാഴ്ച കേട്ടോ. ഓക്കെ, എന്താണ് കോട, ഒന്നും കാണുന്നില്ല. നല്ല രീതിയിൽ കോടയുണ്ട്, അടിപൊളി. സൂര്യനൊന്നും കാണുന്നില്ല, സൂര്യനൊന്നും വെളിച്ചമില്ല. നല്ല കോടയുണ്ട് കേട്ടോ. റോഡൊന്നും അങ്ങനെ വിസിബിലിറ്റി തീരിയിട്ടില്ല. കൊള്ളാം. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കോടയാണ്. ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ ഊട്ടിയിലെ കിന്നക്കോരയെല്ലാം പോലെ ഇഷ്ടംപോലെ ഗ്രാമങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കഴിഞ്ഞാൽ സ്വർഗമായിരിക്കും ശരിക്കും. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. ഇതിന് കോടനാട് എന്ന് പേര് വന്നത് ഈ കോട കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. ഇതിൽ ഡ്രൈവ് ചെയ്യാൻ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് നമുക്ക്. ഇങ്ങനെയുള്ള വില്ലേജസ് ഒക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വരുമ്പോൾ. എന്തോ ഒരു മനസ്സിനൊരു കുളിർമയാണ്. ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ചെറിയൊരു വീടൊക്കെ എടുത്തിടാന്ന് തോന്നുന്നു. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. എന്ത് രസമാണെന്ന് നോക്കി ഇവിടുത്തെ വീടുകൾ, പല 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 കളറുകളിൽ. ആഹാ, അടിപൊളി. മുകളിലൊരു അമ്പലം കൂടി ഉണ്ട്. കുറച്ച് വീടുകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളുമാണ്. ഈ തമിഴ്നാടിൻ്റെ പകുതി സ്ഥലങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. എന്ത് രസമെന്ന് അറിയാം. കുറേ ഉണ്ട് ലൊക്കേഷൻസ്. പോയി അലമ്പാക്കാതെ മര്യാദക്ക് കണ്ടിട്ട് വരുവാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഇവർ നല്ല കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞൊരു
അടിപൊളി എക്സ്പീരിയൻസാണ്. കോടനാട് എസ്റ്റേറ്റ് ആണ് കേട്ടോ. സൗണ്ടെല്ലാം പോയി. കോടനാട് എസ്റ്റേറ്റ് ആണ്. എന്ത് ഭംഗിയാണെന്ന് അറിയോ ഇതൊക്കെ കാണാൻ. ഇതിനകത്തോട്ട് ഒരു കിടിലം പോലത്തെ റോഡുണ്ട്, പക്ഷേ നമ്മളെ വണ്ടി വിടില്ല. അതാണ് എൻ്റെ അമ്മീ, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരണം കേട്ടോ. നിങ്ങൾ ഊട്ടിയായി കണ്ടും അടുത്ത ടീമൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്താ റോഡ്, നല്ല കാഴ്ചകള്, വന്ന് അലമ്പാക്കാതെ നല്ല ക്ലീൻ വില്ലേജസ് ആണ്. നമ്മളങ്ങനെ ഇതാ കോടനാട് വ്യൂ പോയിൻറ്റിൻ്റെ ലാസ്റ്റ് ഈ റോഡിൻ്റെ എൻഡിലാണ് കേട്ടോ എത്തിയത്. ഇവിടുന്ന് നമ്മുടെ കോടനാട് എസ്റ്റേറ്റിൻ്റെ വ്യൂ ആണ് നമുക്ക് കാണാനുണ്ടാവുക. ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ്. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് നടന്നിറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഇതാ നമുക്കവിടെ ഒരു വ്യൂ പോയിന്റ് കാണാനുള്ളൊരു പ്ലേസ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. ക്ലൈമറ്റും എല്ലാം കൊണ്ട് അടിപൊളി കേട്ടോ. ഇതാ നമുക്ക് അതിന് മുകളിൽ കയറി നിന്നിട്ട് താഴോട്ടുള്ള വ്യൂ കാണാൻ പറ്റും. കുറച്ചൊരു മൂടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. താഴോട്ടുള്ളത് നല്ല വെള്ളച്ചാട്ടം കാണാം, മലനിരകൾ കാണാം. ഇതവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. താഴത്തെ ഗ്രാമങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണേണ്ടതാണിതാ. ഇന്ന് കുറച്ച് മൂടി കിടക്കാം, അപ്പോൾ അതുകൊണ്ട് വിസിബിലിറ്റി കുറച്ച് കുറവുണ്ട്. മലകൾ കണ്ട, അത് നമ്മളെ ഭാഗ്യം പോലെയാണ്. ചിലപ്പോൾ നമ്മൾ വരുന്ന ദിവസം ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. എന്തായാലും അടിപൊളി കേട്ടോ. വരുന്ന റൂട്ട് ഇതിലും പൊളിയാണ്. വരുന്ന റൂട്ട് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതുപോലെയുള്ള കുറേ ലൊക്കേഷൻസ് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ ബേസിക്കലി കുറേ വില്ലേജസ് ഉണ്ട് ഇതുപോലെയുള്ള, എന്താ പറയുക, അധികം ആൾക്കാർ എത്തിപ്പെടാത്തത് ഒരു കണക്കിന് നല്ലത്. കാരണം നമ്മൾ ഞാൻ കൊടൈക്കനാലിലൊക്കെ പോയ സമയത്ത് കൂക്കാല പോലെയുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നശിപ്പിച്ച് കളയുന്നുണ്ട്. അതൊരു സത്യം. നമ്മൾ എന്തായാലും മനുഷ്യന്മാരങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മര്യാദക്ക് പ്രൊട്ടക്ട് ചെയ്ത് മര്യാദക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിനെക്കാട്ടിയും മൂന്നാറിനൊക്കെ കാട്ടിയും തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട് ഇതുപോലത്തെ വില്ലേജസ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നത് നല്ല കേട്ടോ. എനിക്ക് ബേസിക്കലി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുന്നത് ഭയങ്കര ഒരു മൈൻഡിനൊരു ഫ്രഷ്നെസ്സാണ്. നമ്മുടെ എന്താ പറയുക, വർക്ക് പ്രഷർ കാര്യങ്ങൾ ഒക്കെ പോയി ഒന്ന് നമ്മൾ ഫ്രീ ആയി കിട്ടും. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വില്ലേജസ് ആണ് മെയിനായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാറ്. പിന്നെ വലിയ വലിയ ടൗൺ കാര്യങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങൾ എനിക്ക് താല്പര്യമില്ല. ഞാനിങ്ങനെ ഇതുവരെ നമ്മൾ പോയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഞാനിങ്ങനെ ഗ്രാമങ്ങളിൽ കൂടിയേ പോകാറുള്ളൂ. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങളും അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡൊക്കെ കാണാം. ബിയോണ്ട് ദിസ് പോയിന്റ് പോയി കഴിഞ്ഞാൽ ലീഗലി പണിഷബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങോട്ട് പോകുന്ന കുറച്ച് റിസ്ക്കാണ്, അത്യാവശ്യം ടാസ്ക് സ്ഥലമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ നന്ദി ഹിൽസിൻ്റെ ഒരു ഗ്രില്ലിൻ്റെ ഒരു കട്ട് വരുന്നുണ്ട്. നന്ദി ഹിൽസൊക്കെ ഒരു കാലത്ത് അവിടെ തന്നെയായിരുന്നു. എന്തായാലും ആൾക്കാരൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നല്ല രസമുള്ളൊരു മരം, ഇലകളില്ല, കുറേ കാക്കക്കൂടുകൾ കാണാം.
ഇതുണ്ട, സൂപ്പർ. ഇവിടെ ജസ്റ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു ഇത് കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നൊരു മെസ്സ് പോലത്തെ സാധനമാണ് ഇത്. സ്നാക്സ് ടീ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ വ്യൂ പോയിന്റ് കണ്ടിട്ട് ഞാൻ തിരിച്ചു പോട്ടോ. ടിക്കറ്റ് കൗണ്ടറൊന്നും തുറന്നിട്ടില്ല, രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. എന്നാലും നമ്മൾക്ക് കുഴപ്പമില്ല, നമ്മൾ കയറി റിട്ടേൺ പോവാം. ഈ ഒരു സെക്ഷൻ 20 ഏക്കർ ഉണ്ട് കേട്ടോ. കോടനാട് എസ്റ്റേറ്റിൻ്റെ ഒരു പാട്ടായത്. ഇതിനകത്തോട്ട് നമുക്ക് എൻട്രി ഇല്ല. എണ്ണത്തിന് ഉണ്ടെങ്കിൽ പൊളിക്കായിരുന്നു. നോക്കിയ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. നമുക്ക് ഇതിലെ ജസ്റ്റ് ഒന്ന് നടന്നാൽ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫ്രഷ്നസ് ആയിരിക്കും. അടിപൊളി സ്ഥലം, ഫുൾ ടീ എസ്റ്റേറ്റ് തന്നെയാണ്. കുറേ ഡിവിഷൻസ് ഉണ്ട്. അതിൽ ബൻഗാട് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ആട്ടോ അത്. ഇതത്ര ഏക്കറുണ്ട്. അപ്പുറത്തോട്ടുള്ളതെല്ലാം എനിക്കറിയില്ല, നോക്കിയാൽ തീരുവില്ല, അതുപോലെ ഉണ്ട്. വരുന്ന വഴിയിൽ കുറച്ച് പോക്കറ്റ് റോഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ റോഡുകളിൽ കൂടെ വില്ലേജസ് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു തീരുമാനം കേട്ടോ. അപ്പം എന്തായാലും പോയി നോക്കട്ടെ. കോടനാടിൻ്റെ വില്ലേജിൻ്റെ കാഴ്ചകളെല്ലാം കൂടിയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.